ഹായ് ഹലോ നമസ്കാരം ഗൈസ്. യെസ് ഓഫ് കോഴ്സ് ഞാൻ രേണുവിനെ പറ്റി സംസാരിക്കാൻ തന്നെയാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ കുറേ പ്രാവശ്യം ഈ ടോപ്പിക്ക് അവോയ്ഡ് ചെയ്തു. അത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ആ ഒരു അവസ്ഥയിൽ എനിക്ക് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഷോക്കായി. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചത് സോഷ്യൽ മീഡിയയിൽ പറന്ന് നടക്കുന്നത്, കാരണം ജീവന് ഉള്ളവരെ വരെ കൊല്ലുന്ന ഒരു സ്ഥലമാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ അത് പല പ്രാവശ്യം ഞാൻ അവോയ്ഡ് ചെയ്തു, കാരണം എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ എനിക്കെന്തോ പറ്റുന്നില്ല സത്യം പറഞ്ഞു. കാരണം രേണു എന്ന് പറയുന്ന വ്യക്തി ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടുള്ള സ്റ്റേജ് ചെയ്തിട്ടുള്ളതാണ്, സംസാരിച്ചിട്ടുള്ളതാണ്. ഒരു ടൈം പീരീഡ് വരെ ഞങ്ങൾ അങ്ങോട്ട് ഇപ്പോഴും അവളുടേതായ തിരക്കുകൊണ്ടും എൻ്റെതായ തിരക്കുകൊണ്ടാണ് സംസാരിക്കാറുള്ളത്. പക്ഷെ എന്നാലും ഒരു കോണ്ടാക്ട് ഉണ്ട്. അപ്പോൾ അറിയാവുന്ന ഒരു വ്യക്തി, ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തി, കാരണം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും എൻ്റെ ഒരു അറിവിൽ ഇത്രയും പ്രശ്നങ്ങൾ ആഞ്ഞടിച്ചിട്ടും പതറാതെ നിന്നൊരു വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് രേണു സുധി തന്നെയാണ്. കാരണം നമുക്കറിയാം അവരുടെ ഒരു ജേണി അല്ലേ, സുധിച്ചേൻ്റെ മരണം, അത് കഴിഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയയിലേക്കുള്ള രേണുവിൻ്റെ എൻട്രി, കോൺട്രവേഴ്സീസ്, സോഷ്യൽ മീഡിയ, ബിഗ് ബോസ്, ദെൻ അത് കഴിഞ്ഞതിന് ശേഷമുള്ള സബ്സ്ക്രിപ്ഷൻ, ദെൻ ഈ ഒരു ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പം ആള് ഇപ്പോഴും ഭയങ്കര ബോൾഡാണ്. ഇപ്പം ഞാൻ നേരത്തെ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാണെങ്കിലും ആളുടെ ഉള്ളിലെ നന്മ എന്ന് പറയുന്നത്, ഞാൻ മാക്സിമം മെൻ്റലി സ്ട്രോങ് ആവാൻ നോക്കും, ക്യാൻസർ പേഷ്യൻസിന് ഞാൻ മാക്സിമം ഒരു മാതൃകയാവാൻ നോക്കും. അപ്പോൾ ഒരു ഭാഗം ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് രേണു കയറി വരാൻ വേണ്ടിയിട്ട്, കാരണം അത്രയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എപ്പോഴെങ്കിലും ഒന്ന് പതറിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ആർക്കും തോന്നിയിട്ടില്ല, സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, കാരണം എന്ന് വെച്ചാൽ ഒന്ന്, രേണുസുധി മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം ആൾക്കാർ കുറെ RIP പോസ്റ്റ് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ദെൻ രേണുവിന്റെ വീഡിയോസിന്റെ താഴെ വരുന്ന ചില മനുഷ്യരൂപത്തിലുള്ള ജീവികളുടെ നികൃഷ്ടമായ കമന്റ്സ്, ഇത് ഇവരുടെ വീട്ടുകാർക്കാണ് ഇങ്ങനെ സംഭവിച്ചെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഇവർ ഹാൻഡിൽ ചെയ്യുക? എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നവർ അല്ലെങ്കിൽ മനുഷ്യന്മാർ നമുക്ക് അങ്ങനെ കമന്റ് ഇടാൻ പോയിട്ട് മനസ്സിൽ അങ്ങനെ വിചാരിക്കാനുള്ള ഒരു ഇതുപോലും എനിക്ക് പറ്റില്ല പേഴ്സണലി. അതിപ്പോൾ അവർ ഒരു രാജ്യദ്രോഹ കുറ്റം ചെയ്തിട്ടില്ല, അവർ കാരണം ഒരാളുടെയും കുടുംബം പോയിട്ടില്ല, അവരൊരു മോശമായ രീതിയിൽ അവർ കാരണം ഒരാൾക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്നിട്ടും വന്നിരിക്കുന്നത് ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ സുധിച്ചേട്ടൻ്റെ അടുത്തേക്ക് വേഗം പോവാലോ, അല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റ് ചെയ്തു, ഈ ട്രീറ്റ്മെന്റ് ചെയ്തു, അതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ആണ് അതൊക്കെ ചെയ്തപ്പോൾ. നിങ്ങൾ കാണിക്കുന്ന എത്രത്തോളം വേഴ്സ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അപ്പുറത്ത് നിൽക്കുന്ന ഒരു രോഗിയാണ്, അവരുടെ രോഗത്തിനോടായിട്ട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പെയിൻ, അവരുടെ സിറ്റുവേഷൻ, അവരുടെ ഒരു അവസ്ഥ, ഇത് ചെറിയൊരു കാര്യമല്ല. എന്നിട്ട് അവരെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിലെ വിഷം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ആ ഒരു കമന്റ് ഇട്ട് തള്ളുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്ത് സാറ്റിസ്ഫാക്ഷനാണ് കിട്ടണമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ സായി പറഞ്ഞു ഇത്ര 48 വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്നൊരു പോർഷൻ രേണുവിന് കൊടുക്കുന്നുണ്ട്. അതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്. കാരണം നമ്മളെ കൊണ്ട് പറ്റുന്ന, അവളായിട്ടൊരു പണപ്പിരിവോ കാര്യങ്ങളോ ചെയ്യില്ല എന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും സ്ട്രെയിൻ ചെയ്ത് വന്നിട്ട് ഭയങ്കര ട്രാജഡി ലൈഫായിരുന്നു ആ സ്ത്രീയുടെ. എന്നിട്ട് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് നിന്നിട്ടും ഫൈനലി ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുകളുണ്ട്. മനസ്സിലായോ? ഇപ്പൊ സബ്സ്ക്രിപ്ഷന്റെ കേസ്, രേണുവിനകത്ത് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഇത് പിടിച്ചു നിന്ന് എന്താന്ന് വെച്ചാൽ ഇത് പൈസ വേണം, നല്ല രീതിയിൽ പൈസ വേണം. രേണു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഉല്ലായിട്ടുള്ള ഒരു ആളാണ്. അപ്പൊ ആ ശരീരത്തിലോട്ട് ഇത് താങ്ങാനുള്ള ഒരു മെന്റൽ പവറും എല്ലാം വേണം. അപ്പോൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രിപ്ഷൻ, എത്ര ആൾക്കാർ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നുണ്ട്? അതൊന്നുമില്ലാതെ ഈ രേണുവിന് ഇങ്ങനെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനത്തെ രീതിയിൽ സംസാരിക്കുന്നത് വളരെ മോശമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിപ്പോ ഞാൻ വന്ന് പറഞ്ഞാലും ഒറ്റയടിക്ക് സൊസൈറ്റി നന്നാവാനൊന്നും പോകുന്നില്ല. പക്ഷെ നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക അവരുടെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്ന രീതി. ഇപ്പോൾ കഴിഞ്ഞ ദിവസമായിട്ടൊരു പോസ്റ്റ് ഉണ്ട്, മൂന്നോ നാലോ കീമോ ദെൻ സർജറി എന്നുള്ളത്. അപ്പം അവർ സർവൈവ് ചെയ്ത്, നിങ്ങൾ ഉപകാരം ചെയ്തില്ലെങ്കിൽ വേണ്ട, പക്ഷെ ഇങ്ങനെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്ത് മരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇതാക്കുക, എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളെന്ന അമ്മയും അച്ഛനും ഒന്നല്ലേ വളർത്തിയത്? ഒരു അമ്മ പ്രസവിച്ചതല്ലേ നിങ്ങൾ? അല്ലാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു കമന്റ് ഇടാൻ പറ്റുന്നത്? എനിക്ക് തന്നെ രേണുവിന്റെ ആ ഫസ്റ്റ് പിക്കപ്പ് ലൈൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എപ്പോഴും സ്ട്രോങ് ആയിട്ട് ബോൾഡായിട്ട് നിന്നിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലും അവളുടെ ബോൾഡ്നെസ് അവൾ വിടുന്നില്ല, അവൾ മാക്സിമം പിടിച്ചു വെക്കാൻ നോക്കുന്നുണ്ട്. അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന് പറഞ്ഞ് രണ്ടാം വാക്കിന് പോയി സൂസൈഡ് ചെയ്യുക, വെയിൻ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ ജീവിതം അടുത്ത് റൂമിലിരിക്കുക, അങ്ങനെയുള്ളവരൊക്കെ വെച്ച് നോക്കുമ്പോൾ രേണുവിന്റെ സ്ട്രഗിളിങ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ചിന്തിക്കാൻ പറ്റാമെങ്കിൽ ഷീ ഈസ് എ വെരി ബോൾഡ് ലേഡി, ഒന്നും പറയാൻ വയ്യ. കാരണം അത്രയും ആ വ്യക്തിയോട് പിടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ സംസാരിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഇങ്ങനെ കമന്റ്സ് ഇടുന്ന ആളുകൾ അവര് ലൈക്ക് എന്താ പറയാ, ഈ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ എന്നൊക്കെ പറയാനായിട്ട്
ഒരുത്തൻ കമന്റ് ഇട്ടേക്കണതാ, ഇവരിങ്ങനെ ഇരുന്ന് കഷ്ടപ്പെട്ട് ഈ സാധനം പറയുമ്പോൾ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തപ്പോൾ ആലോചിക്കണമായിരുന്നു. അപ്പൊ ദൈവം എന്താണ്, ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാമോ? അങ്ങനെ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ താങ്കൾ എന്താ ഉദ്ദേശിക്കുന്നത്? മോശമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, എന്തൊക്കെയാണ് താങ്കളുടെ റൂൾ ബുക്കിലുള്ള സംഭവങ്ങൾ എന്നൊന്ന് കമന്റ് ഇടുക. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ ഭൂലോകത്തെ ജീവിക്കേണ്ട ആളല്ല, നിങ്ങളൊരു മനുഷ്യനല്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു വ്യക്തി ഇരിക്കുമ്പോൾ നിങ്ങളുടെ അമ്മയ്ക്കോ അച്ഛനോ വീട്ടുകാർക്കോ ആർക്കെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവിടെ പോയിട്ട് നിങ്ങൾ വർത്താനം പറയും? ഇല്ല, കാരണം നിങ്ങളുടെ വേണ്ടപ്പെട്ടവരാണ്. ഇതാരോ എന്തോ ഒരു സംഭവം, അത്രേ ഉള്ളൂ. സോ ആ ഒരു കമന്റ് ഇട്ട ആ വ്യക്തിയെ ഏത് വകുപ്പിൽ പെടുത്തണം എന്ന് ആലോചിച്ച് നോക്ക്. തുണിയില്ലാതെ ആടിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി എടുത്തിട്ട് തെറി പറഞ്ഞാൽ ഇപ്പൊ എന്താ ശോകം? നിങ്ങൾ ആരുടെയും വീടിന്റെ മുന്നിൽ നടുമുറ്റത്തൊന്നും തുണിയില്ലാതെ ആടിയിട്ടില്ല. ഇൻസ്റ്റാഗ്രാമിൽ അവള് തുണിയില്ലാതെ ആടിയിട്ടില്ല. ഓക്കെ, അവൾ അവളുടേതായ രീതിയിൽ അവൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചെയ്തു പോകുന്നു. ഈ ഒരു വ്യക്തി കാരണം ഈ ലോകത്ത് ഒരു പ്രശ്നം, കേരളത്തിൽ ഒരു പ്രശ്നമോ നഷ്ടമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. മനസ്സിലായോ? ഒരുത്തൻ ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോ ഭയങ്കര മോശമായിട്ട് പീഡിപ്പിച്ച് പണ്ടാരടങ്ങി ഇപ്പോഴത്തെ വന്നിട്ട് ഒരു അനാഥാലയം തുടങ്ങിയാൽ, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് കുറച്ച് പൈസ കൊടുത്ത് അവരെ സഹായിച്ചാൽ വാനോളം പാടും സോഷ്യൽ മീഡിയ. അതാണ് സോഷ്യൽ മീഡിയ. ഒരുത്തനെ മേലെ പൊക്കി കഴിഞ്ഞാൽ അവനെ താലോട്ട് ഇടാനായിട്ട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു കാര്യം, ദൈവത്തിന് നിരക്കാത്ത ജനിച്ചു വീണ പിള്ളേർക്ക് തന്നെ ക്യാൻസറും കാര്യങ്ങളൊക്കെ നോട്ടീസ് ചെയ്യുന്നുണ്ടല്ലോ. അതെന്താ? കണ്ണു പോലും തുറന്നിട്ടുണ്ടാവില്ല ചിലപ്പോൾ. അവരെന്താ നിരക്കാത്ത ചെയ്തത്? സോ എന്തിനാ ഇങ്ങനെ ഒരു മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫേക്ക് മിത്തും സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് വരും തലമുറകളും ഇങ്ങനെ നശിപ്പിക്കുന്നത്? നിങ്ങൾ വിഷം തുപ്പുന്നത് ഈ സോഷ്യൽ മീഡിയയിലാണ്. അത് ചിലവർ ആ വിഷം അതേപോലെ ഒബ്സർവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അത് ആദ്യം ചിന്തിക്കുക. ആർക്ക് വേണം, എപ്പോൾ വേണം, എന്ത് വേണം സംഭവിക്കാം. ആരുടെ ലൈഫ് ഒന്നും പ്രഡിക്റ്റബിൾ അല്ല. അപ്പം നിങ്ങൾ ഈ ഫേക്കും അല്ലെങ്കിൽ ഈ ഹെയ്റ്റ് സ്പ്രെഡിങ് നിർത്തുക. കാരണം അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി സ്ട്രഗിൾ ചെയ്യുന്നത് അവരുടെ ലൈഫായിട്ടാണ്. അപ്പം അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിരുന്ന് നിങ്ങൾക്ക് തോന്നണം എന്തെങ്കിലും കാണിച്ചോ. ലീവ് ആൻഡ് ലെറ്റ് ലീവ്. ആൻഡ് രേണുവിനെ സ്നേഹിക്കുന്ന എല്ലാവരും ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം, ലൈക്ക് അവൾ ഫേസ് ചെയ്യട്ടെ, അവൾ ഹാൻഡിൽ ചെയ്യട്ടെ, അവൾക്ക് നല്ല മെന്റൽ സ്ട്രെങ്ത് കിട്ടട്ടെ, അവൾ നന്നായിട്ട് ബോൾഡായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. സോ ഒരു സ്പീഡി റിക്കവറി ഞാനും എൻ്റെ യൂട്യൂബ് ഫാമിലിയും പറയാണ് രേണുവിനോട്. ബി സ്ട്രോങ്.